ഒരു പുതിയ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ സോഴ്സ് കോഡ് അല്ലാതെ നമുക്കൊരു റൈറ്റ് എൻവയോൺമെന്റ് വേണം, ഡിപ്പെൻഡൻസീസ്, സെർവേഴ്സ്, ഡാറ്റാബേസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലേ. വൺസ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ടെസ്റ്റേഴ്സിനൊക്കെ സെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയുവാണ്, ഹേ, എന്റെ സിസ്റ്റത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല. എല്ലാ ഡെവലപ്പേഴ്സിനെയും അവരുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ടൈം ആയിരിക്കും ഇത്. എന്റെ മെഷീനിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിന്റെ മെഷീനിൽ ഇത് എന്ത് പറ്റിയെന്ന്. ഈ ഒരു ഇഷ്യൂസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ലോജിക്കോ കോഡ് കൊണ്ടോ ഒന്നും ആയിരിക്കില്ല വരുന്നത്. ഒരുപക്ഷെ അവരുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിപ്പെൻഡൻസീസ് മിസ്സാവോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ കോൺഫ്ലിക്റ്റ് ആവുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ഡോക്കർ യൂസ് ചെയ്യാം. ഡോക്കർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനെയും ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ കണ്ടെയ്നറൈസേഷൻ എന്ന് പറയും. ഈ ഒരു പാക്കേജിന് നമ്മൾ കണ്ടെയ്നർ എന്ന് പറയും. ഇനി നമ്മളൊരു ഫുൾ സ്റ്റാക്ക് പ്രൊജക്ട് എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് ആണ് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പൊ ഡാറ്റാബേസിന്, വെബിന്, ഫ്രണ്ട് എൻഡിനൊക്കെ വേണ്ടി സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ് ബിൽഡ് ചെയ്യും. ഇനി ഇതിനെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത്, ഈ ഒരു നെറ്റ്വർക്കിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്കർ കമ്പോസ് ടൂൾ യൂസ് ചെയ്യാം.